നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. ബാർകോഴ കേസിൽ സർക്കാർ ഇടപെടൽ ഒഴിവാക്കി ഹൈക്കോടതി. കെ മാണിക്കെതിരെ കേസെടുക്കണമോ എന്ന് വിജിലൻസിന് തീരുമാനിക്കാം. സർക്കാർ ഇടപെടരുത്. കോടതി മേൽനോട്ടം ഇപ്പോൾ അപ്രസക്തം. സുനിൽകുമാറിന്റെയും LDFന്റെയും ഹർജി തീർപ്പാക്കി. ടൂറിസം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഗണിച്ച് മദ്യനയം തിരുത്തുമെന്ന് മുഖ്യമന്ത്രി. നയം തിരുത്തേണ്ട സാഹചര്യമില്ല എന്ന് VM സുധീരൻ. പ്രായോഗിക പ്രശ്നങ്ങൾ സർക്കാരിന് പരിശോധിക്കേണ്ടി വരുമെന്ന് സുധീരന് ഉമ്മൻചാണ്ടിയുടെ മറുപടി. മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന്റെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് തള്ളി. പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേന്ദ്രത്തിന്റെ പച്ചക്കൊടി. പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ അനുമതി. വംശീയ വിദ്വേഷ പരാമർശം നടത്തിയ സാധ്യു നിരഞ്ജന്റെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിൽ ഇന്നും ബഹളം. രാജി ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. കള്ളപ്പണക്കാരുടെ പേരുകൾ സർക്കാരുമായി പങ്കുവെക്കാൻ അന്വേഷണ സംഘത്തിന് കോടതിയുടെ നിർദ്ദേശം. We must dig in and get through to tea. And we must play on. കളിക്കിടെ പരിക്കേറ്റ് മരിച്ച ക്രിക്കറ്റ് താരം ഫിലിപ്സ് ഹ്യൂജിന് കായിക ലോകം കണ്ണീരോടെ വിട നൽകി. വൈകാരികത നിറഞ്ഞ സംസ്കാര ചടങ്ങിന് പ്രമുഖ താരങ്ങൾ ഓസ്ട്രേലിയയിലെത്തി. ബാർ ഉടമകൾ കോഴ നൽകിയെന്ന ആരോപണത്തിൽ കെ മാണിക്കെതിരെ കേസെടുക്കണമോ എന്ന് വിജിലൻസ് ഡയറക്ടർ തീരുമാനിക്കണമെന്ന് ഹൈക്കോടതി. അന്വേഷണ സംഘം നൽകുന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ സ്വതന്ത്രമായി തീരുമാനമെടുക്കണം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അഭിപ്രായം തേടുകയോ സർക്കാരിന് റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. അതേസമയം അന്വേഷണത്തിന് കോടതി മേൽനോട്ടം വഹിക്കണമെന്ന LDF കൺവീനർ വൈക്കം വിശ്വന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കകം കൈമാറുമെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. ധനമന്ത്രി കെ മാണിക്ക് ബാറുടമകൾ കോഴ നൽകിയെന്ന ആരോപണം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് VS സുനിൽകുമാർ MLAയും LDF കൺവീനർ വൈക്കം വിശ്വനും നൽകിയ ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിജിലൻസ് ഇപ്പോൾ നടത്തുന്ന പ്രാഥമിക അന്വേഷണം ഏതാണ്ട് അവസാനിച്ചതായി അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കകം അന്വേഷണ സംഘം വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ കെ മാണിക്കെതിരെ കേസെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. ഈ തീരുമാനമെടുക്കുമ്പോൾ സർക്കാരുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയം പാടില്ല. സർക്കാരിനെ ഒഴിവാക്കി സ്വതന്ത്രമായി വിജിലൻസ് ഡയറക്ടർ തീരുമാനമെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ക്രിമിനൽ നടപടി ചട്ടം 154 അനുസരിച്ചായിരിക്കണം വിജിലൻസ് ഡയറക്ടർ പ്രവർത്തിക്കേണ്ടത്. വിജിലൻസ് മാനുവലോ സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലറുകളോ ഈ കേസിൽ വിജിലൻസിന് ബാധകമല്ല. അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ട് സർക്കാരിന് അയക്കുകയോ സർക്കാരിന്റെ തീരുമാനത്തിന് വിജിലൻസ് ഡയറക്ടർ കാത്തുനിൽക്കുകയോ ചെയ്യരുതെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷണത്തിന് കോടതി മേൽനോട്ടം വഹിക്കണമെന്ന LDF കൺവീനറുടെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. ഈ ഘട്ടത്തിൽ ആവശ്യം പ്രസക്തമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ആരോപണം നേരിടുന്നത് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗമായതിനാലാണ് വിജിലൻസിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ സാഹചര്യം ഒരുക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ വിജിലൻസിന് മേൽ ഈ ഉത്തരവ് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ഒപ്പം വിജിലൻസ് മാനുവൽ ഒഴിവാക്കി ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് തീരുമാനമെടുക്കാൻ വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശിക്കുന്ന അസാധാരണ സ്വഭാവവും ഈ ഉത്തരവിനുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി. മദ്യനയത്തിൽ മാറ്റം വരുത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പ്രായോഗികതയും കണക്കിലെടുത്താകും നയത്തിൽ മാറ്റം വരുത്തുകയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ അടിസ്ഥാന നയത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മദ്യനയത്തെ സംബന്ധിച്ച് ഉയർന്നു വന്ന വിമർശനങ്ങളും പരാതികളും കണക്കിലെടുത്ത് നയത്തിൽ മാറ്റം വരുത്തുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. മദ്യനയം നടപ്പാക്കിയതിനു ശേഷം നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ടൂറിസം മേഖലയെ മദ്യനയം ബാധിക്കുമെന്ന പരാതി ഗൗരവമുള്ളതാണ്. ബാറുകൾ അടച്ചുപൂട്ടിയത് മൂലമുള്ള തൊഴിലാളികളുടെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രായോഗിക കാര്യങ്ങളും തൊഴിലാളികളുടെ ആശങ്കയും കണക്കിലെടുത്ത് അടിസ്ഥാന കാര്യത്തിൽ മാറ്റം വരുത്താതെ മദ്യനയത്തിൽ മാറ്റം വരുത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കോടതിയിലെ കേസുകൾ കൂടി അവസാനിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാവില്ല, പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. തൊഴിലാളികളുടെ ഇടയിൽ വലിയൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താതെ പ്രായോഗികമായും വിജയകരമായും നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ട്. കോടതി വിധി വന്നതിന് ശേഷം അതൊക്കെ സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനമുണ്ടാകും. 5 സ്റ്റാറിന് മാത്രം ലൈസൻസ് എന്ന നിലപാടിൽ ഉറച്ചുനിന്നാകും സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തുക. ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഇളവ് നൽകിയും അടച്ചിട്ട ബാറുകൾക്ക് ബിയർ വൈൻ പാർലർ ലൈസൻസ് നൽകിയും നയത്തിൽ മാറ്റം വരുത്താനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ബിയർ വൈൻ പാർലറുകളുടെ കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന കാര്യം മന്ത്രി കെ ബാബുവും നിയമസഭയിൽ വ്യക്തമാക്കി. ബിയർ വൈൻ പാർലറിനെ സംബന്ധിച്ച് UDF അവസാന തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്ന 2010-11 അന്ന് 16% ഇവിടെ മദ്യത്തിന്റെ ഉപയോഗം വർദ്ധിച്ചതിന്റെ തോത്.
ഇപ്പം അത് 6% കുറഞ്ഞു. അപ്പം ഞങ്ങളുടെ നയത്തിന് ഗുണമുണ്ടായി. മദ്യനയത്തിൽ മാറ്റം വരുത്തില്ലെന്നായിരുന്നു നേരത്തെ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട്. അതേസമയം നയത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം മദ്യവിഷയത്തെ വീണ്ടും രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാക്കുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മളൊപ്പം ജോണി നെല്ലൂർ, ആന്റണി രാജു, KP അനിൽകുമാർ, ആനത്തല വട്ടമാനന്ദൻ, TN പ്രതാപൻ, PC ജോർജ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ജോണി നെല്ലൂർ, അസാധാരണമായ വിധത്തിലാണ് മദ്യവിഷയത്തിൽ ബാർ ഉടമകൾ KM മാണിക്ക് കോഴ നൽകിയെന്ന ആക്ഷേപത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. സർക്കാരിനെ ശുപാർശ ചെയ്യുകയാണ് സാധാരണഗതിയിൽ പതിവെങ്കിൽ സർക്കാരുമായി യാതൊരുവിധ ആലോചനയും നടത്തേണ്ടതില്ല എന്നും വിജിലൻസ് മാനുവൽ പോലും പരിഗണിക്കേണ്ട എന്നും മാണി കുറ്റക്കാരനാണ് എന്ന് കണ്ടാൽ FIR ഇടാമെന്നുമുള്ള കോടതിയുടെ ഉത്തരവ് വലിയ തിരിച്ചടിയല്ല UDF-ന്? ഒരിക്കലുമല്ല. നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസമുണ്ടാക്കത്തക്ക വിധത്തിൽ ഉള്ളൊരു ഉത്തരവായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. കാരണം ഇത്രമാത്രം വ്യക്തമായ ഒരു വിധി വന്നതോടുകൂടി ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതിന് വിലക്കുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ വിജിലൻസിന് പരിപൂർണമായ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ കുറ്റമറ്റ നിലയിൽ ഒരു അന്വേഷണമാകാമെന്നുള്ള കോടതിയുടെ നിർദ്ദേശം കൂടി വന്നപ്പോൾ ഒരു ഭയവുമില്ലാതെ മുഖം നോക്കാതെ നടപടികളെടുക്കുവാൻ വിജിലൻസിന് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുക. നല്ലൊരു വിധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പക്ഷേ ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. KP അനിൽകുമാർ, ഇന്ന് പക്ഷേ സുപ്രധാനമാകുന്നത് ഒരുപക്ഷെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലല്ല. ജോണി നെല്ലൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ ശരിയാണ്. ഇനിയിപ്പോൾ KM മാണിയുമായി ബന്ധപ്പെട്ട കേസ് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കയ്യിൽ നിന്ന് വഴുതിപ്പോയിരിക്കുന്നു. ഇനി വിജിലൻസ് ഡയറക്ടർ നേരിട്ട് നൽകുന്ന ഉത്തരവാണ് എന്ന് കോടതിയിൽ വ്യാഖ്യാനിക്കാൻ അതൊരു കാരണമാകും. ഇന്ന് ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ ജനപക്ഷ യാത്രയുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണല്ലോ. ജനപക്ഷ യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട വിമർശനവും പ്രായോഗിക ബുദ്ധിമുട്ടും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മദ്യനയത്തിൻ്റെ കാര്യത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകില്ലെങ്കിലും പുറകോട്ട് പോകില്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രായോഗികമായി ഉയർന്നു വന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കോടതി വിധി വന്ന ശേഷം തിരുത്തലുണ്ടാകുമെന്നാണ്. അതായത് മദ്യനയത്തിൻ്റെ വിജയത്തിൽ ജനപക്ഷ യാത്ര KPCC പ്രസിഡന്റ് നടത്തുമ്പോൾ നിയമസഭയിൽ ചെന്ന് മുഖ്യമന്ത്രി പറയുകയാണ് മദ്യനയത്തിൽ തിരുത്തൽ ഉണ്ടാകാൻ പോവുകയാണ്, ടൂറിസം സെക്ടറിൽ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന്. ഇതിനെ KPCC അംഗീകരിക്കുന്നുണ്ടോ? നികേഷെ, സമ്പൂർണമായ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവിഷ്കരിച്ചിരിക്കുന്ന നയം. അത് കോൺഗ്രസിന്റെ എല്ലാ മേഖലകളിലും എല്ലാ ബോഡികളിലും ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. കഴിഞ്ഞ 22-ാം തീയതി ചേർന്ന UDF-ന്റെ യോഗം, ഇതിനു മുമ്പ് ചേർന്ന UDF-ന്റെ യോഗം തീരുമാനിച്ചത് സമ്പൂർണമായ മദ്യനിരോധനം 10 വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കുക എന്നുള്ളത് പ്രഖ്യാപിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, ബഹുമാന്യ UDF-ന്റെ ചെയർമാനാണ്. കഴിഞ്ഞ 22-ാം തീയതി എറണാകുളം BTH-ൽ ചേർന്ന UDF-ന്റെ യോഗത്തിലും ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ആ നയത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് UDF-ലെ മറ്റ് ഘടകകക്ഷികൾക്ക് എല്ലാം ഏക അഭിപ്രായമാണ്, മദ്യനിരോധനം കൊണ്ടുവരണം, അത് 10 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകണം. ആ നയത്തിൽ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കാരണം UDF-ന്റേതാണ് സർക്കാർ. അപ്പൊ സർക്കാർ സ്വാഭാവികമായും UDF-ന്റെ യോഗങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട അതോറിറ്റി എന്ന് പറയുന്നത് സർക്കാരാണ്. അപ്പൊ UDF-ൽ എടുക്കുന്ന സർക്കാർ തീരുമാനം UDF-ന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് തന്നെ അറിവുള്ളതാണ്. അദ്ദേഹം സർക്കാരിൽ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനകത്തുനിന്ന് പുറകോട്ട് പോകുന്ന ഒരു സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട്. ദയവായി തുടരുക KP അനിൽകുമാർ, അതിൽ നമുക്ക് വിശദമായ ചർച്ചയാകാം. ആന്റണി രാജു ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ആന്റണി രാജു, ഇന്നിപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള തിരിച്ചടി നിങ്ങൾക്ക് ഗുണകരമോ അതോ ദോഷമോ? നേരത്തെ ജോണി നെല്ലൂർ അക്കാര്യത്തെക്കുറിച്ച് കോടതിയുടെ ശരിയായ ഇടപെടലെന്നും ഈ ഇടപെടൽ കൊണ്ട് ഇനി സർക്കാർ ഇടപെട്ടു എന്ന് പറയാനാകില്ലല്ലോ എന്ന് പറയുകയും ചെയ്തപ്പോൾ ആ തരത്തിൽ അതിനൊരു ഗുണമുണ്ട് എന്ന് മനസ്സിലാകുന്നു. പക്ഷേ എങ്കിൽ പോലും മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല സഹായിച്ചുകൊള്ളും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സഹായിച്ചുകൊള്ളും എന്ന ആ ഒരു അവസാന പ്രതീക്ഷയുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ?
നികേഷ്, ഞങ്ങളെ നിയമം സഹായിച്ചോളും. കാരണം നിയമപരമായി ഒരു പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ന് പ്രതിപക്ഷം LDFന്റെ കൺവീനർ, അതുപോലെ തന്നെ LDFന്റെ MLA രണ്ടുപേരും കൊടുത്ത ഹർജിയിലെ 2 പ്രേയറും കോടതി നിരാകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാ മാണി സാറിന് എങ്ങനെയാണ് കോടതി അത് നിരാകരിച്ചു എന്ന് പറയുന്നത്? കോടതി ഹർജി തീർപ്പാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വൈക്കം വിശ്വന്റെയും സുനിൽ കുമാറിന്റെയും ഹർജികൾ കോടതി തീർപ്പാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ എന്തായാലും കോടതിയുടെ ഉത്തരവിൽ ഹർജി തീർപ്പാക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. ഹർജി തള്ളുകയോ നിരാകരിക്കുകയോ അല്ല ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ആരെങ്കിലും, ഞാനോ താങ്കളോ, കോടതിയിൽ ഒരു ഹർജി നൽകുകയാണെങ്കിൽ ആ ഹർജി കോടതിക്ക് തീർപ്പാക്കുമ്പോഴാണ് അതിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇവിടെ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്താണ്? സാധാരണഗതിയിൽ വിജിലൻസ് ഡയറക്ടർക്ക് തീരുമാനം എടുക്കാം എന്ന നിലയിൽ കാര്യങ്ങൾ വിജിലൻസിൻ്റെ കാര്യത്തിൽ പോകാറില്ല. സർക്കാരിന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു മന്ത്രി ഉൾപ്പെട്ട കേസായതിനാൽ സർക്കാരിനോട് ശുപാർശയൊന്നും നൽകേണ്ട, നേരിട്ട് വിജിലൻസ് ഡയറക്ടർക്ക് തീരുമാനമെടുക്കാം എന്ന നിലയിലാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടതും. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തോടൊപ്പം തന്നെ കോടതിയുടെ നിരീക്ഷണവും. ഇത് രണ്ടും വേണ്ട. വിജിലൻസ് കൂട്ടിലടച്ച തത്തയല്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കൂട്ടിലടക്കപ്പെടാത്ത തത്തയ്ക്ക് സ്വന്തമായി തീരുമാനമെടുക്കാം. നികേഷ് പറഞ്ഞല്ലോ കോടതി ഹർജി തള്ളിയിട്ടില്ല എന്ന്. ഹർജി സ്വീകരിച്ചിട്ടേ ഇല്ല. ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ നിരാകരിക്കുക എന്നുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഹർജി ഫയലിൽ സ്വീകരിക്കാൻ തക്ക പ്രാപ്തിയുള്ളൊരു ഹർജിയല്ല. നിയമപരമായി ഹർജി സ്വീകരിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് തള്ളാതെ നിരാകരിച്ചത്. കാരണം ഫയലിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ തള്ളാൻ കഴിയുകയുള്ളൂ. ഫയലിൽ സ്വീകരിക്കാൻ മാത്രം ഉള്ള നിയമപരമായ ആന്റണി രാജു, അതെങ്ങനെയാണ് കോടതി ഹർജി ഫയലിൽ സ്വീകരിക്കാതെ എങ്ങനെയാണ് വിജിലൻസിന് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുക? എനിക്കറിയില്ല. കോടതി പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു സാധാരണഗതിയിൽ ഉള്ള വിജിലൻസ് മാനുവൽ പോലും പരിശോധിക്കേണ്ട എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായ വിവരം കിട്ടാൻ നമ്മൾ കോടതിയുടെ അഭിഭാഷകനെ തേടാം. പക്ഷേ എങ്കിൽ പോലും വിജിലൻസ് മാനുവൽ പോലും പരിശോധിക്കേണ്ടതില്ല, വിജിലൻസ് ഡയറക്ടർ മുന്നോട്ട് പോകാം എന്ന് കോടതിക്ക് പറയാൻ കഴിയുമെങ്കിൽ എങ്ങനെയാണ് കോടതി അത് പരിഗണിച്ച പോലും ഇല്ല എന്ന നിലവാരത്തിലേക്ക് താങ്കൾ ചർച്ച കൊണ്ടുപോകുന്നത്? അല്ല നികേഷ്, അത് ഒരു ഹർജി പരിഗണിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത്തരം പ്രാഥമികമായ നിഗമനങ്ങളും പ്രാഥമികമായ നിർദ്ദേശങ്ങളും നൽകാം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഇന്ന് തള്ളാതെ ഇത് നിരാകരിച്ചത്. കാരണം ഫയലിൽ സ്വീകരിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് നിയമപരമായി ഒരുപക്ഷെ അഡ്വക്കേറ്റ് ജനറലോ അല്ലെങ്കിൽ നിയമപരമായി ഗവൺമെന്റ് വക്കീലന്മാരോ പറയുമ്പോൾ അത് വിശദീകരിച്ചോട്ടെ. ഞാൻ പറയുന്നത് വിശ്വാസമല്ല എങ്കിൽ. കാരണം പ്രാഥമികമായ ഒരു ഇത് ഫയലിൽ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു വാദമാണ് നടന്നത്. അതിന്റെ പ്രാഥമിക റിപ്പോർട്ടിലാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നൽകിയത്. പ്രാഥമിക വാദമാണ് നടന്നത്. ആ പ്രാഥമിക വാദം നടക്കുന്ന ഘട്ടത്തിൽ ഇത് ഫയലിൽ സ്വീകരിക്കാതെ തന്നെ നിരാകരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം നിർദ്ദേശങ്ങൾ ആന്റണി രാജു, എനിക്കും താങ്കൾക്കും ഇക്കാര്യത്തിൽ വ്യക്തമായ അറിവില്ലാത്തതിനാൽ നമ്മുടെ കോടതി അഭിഭാഷകൻ S. വിജയകുമാർ കൊച്ചിയിൽ നിന്നും. വിജയകുമാർ, ക്രിമിനൽ നടപടി ചട്ടം 154 അനുസരിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പ്രവർത്തിക്കാം എന്നുള്ള ഉത്തരവ് കോടതിയിൽ നിന്ന് വരുമ്പോൾ ഈ ഹർജി കോടതി തീർപ്പാക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇത് ഹർജി പരിഗണിച്ചേ ഇല്ല എന്ന നിലയിലാണ് ശ്രീ ആന്റണി രാജു അതിന് വിശദീകരണം നൽകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 2-3 ദിവസമായി ഹൈക്കോടതി കൂടുതൽ സമയമെടുത്ത് പരിഗണിക്കുകയും ഏതാണ്ട് വിശദമായ വാദം 2 ഭാഗത്ത്, അതായത് 2 ഹർജിക്കാരുടെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും ഭാഗത്തുനിന്ന് കേൾക്കുകയും ചെയ്തു. ഇതുകൂടാതെ 2 തവണ വിജിലൻസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് വിജിലൻസ് 2 തവണയായി മറുപടി നൽകുകയും ചെയ്തു. വിശദമായ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. ഹർജി പരിഗണിക്കാതിരുന്നില്ല. പക്ഷേ വിജിലൻസിന്റെ ഈ കേസിന്റെ മെറിറ്റിലേക്ക്, അതായത് ഈ ആരോപണത്തിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്ന് കോടതി പറഞ്ഞു. കാരണം ഇതിൽ നിയമപ്രശ്നമാണ് ഉന്നയിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കണമോ വേണ്ടയോ എന്നത് നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നം മാത്രമാണ് കോടതി പരിഗണിക്കുന്നത്. അതല്ലാതെ KM മാണിക്കെതിരായ കേസിൽ ആരോപണത്തിൽ അതിന്റെ മെറിറ്റിലേക്ക് കോടതി കടക്കുന്നില്ല എന്ന്
ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ വിശദമായ മറുപടി കൂടി കേട്ട ശേഷമാണ് കോടതി ഈ വിധി പറഞ്ഞത്. ഇതിൽ വിജയകുമാർ ദയവായി ചർച്ചയിൽ തുടരുക. ഞാൻ ശ്രീ ആന്റണി രാജു, ഇതാണ് വിശദീകരണം വിജയകുമാറിന്റെ. അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു ഹർജി വരുമ്പോൾ അത് ഫയലിൽ സ്വീകരിക്കണമോ എന്നാണ് ആദ്യം നോക്കുന്നത്. ആ ഫയലിൽ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള വാദമാണ് ആദ്യം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് ചോദിക്കാം, അതിന്റെ വാദങ്ങൾ നടത്താം, പല പ്രാവശ്യമായി നീട്ടിവെക്കാം. അതിനുശേഷം അത് പരിശോധിച്ച് വാദങ്ങൾ കേട്ടതിന് ശേഷം ഇത് നിരാകരിക്കുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത് തള്ളുകയോ അനുവദിക്കുകയോ ചെയ്യുമായിരുന്നു. ഇവിടെ അനുവദിക്കുകയോ തള്ളുകയല്ല ചെയ്തത്, മറിച്ച് നിരാകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളൊരു നിയമ നടപടി ക്രമമാണ് ഇന്ന് ഹൈക്കോടതി നടത്തിയത്. തുടരുക. ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദനും ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ആവർത്തിച്ച് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും കെ എം മാണി നിരപരാധിയാണ് എന്ന് മുൻകൂർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഈ അന്വേഷണത്തിൽ പ്രസക്തിയില്ല എന്നാണ്. കോടതിയിലേക്ക് LDF കൺവീനർ ശ്രീ വൈക്കം വിശ്വനും ശ്രീ സുനിൽകുമാറും പോയപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സർക്കാരിനൊന്നും ശുപാർശ ചെയ്യേണ്ട, സർക്കാരിനുമായി യാതൊരു ആലോചനയും വേണ്ട, വിജിലൻസ് മാനുവൽ പോലും പരിശോധിക്കേണ്ട, സംസ്ഥാന മന്ത്രി ആയതിനാൽ വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നാണ്. അതായത് ഇനി വെറും 6 ദിവസം മാത്രമേ ഉള്ളൂ കെ എം മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ. ആ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ ഇനി വിജിലൻസ് സ്വന്തം നിലയിൽ, വിൻസെൻ്റ് എം പോൾ ഡയറക്ടറായ വിജിലൻസ് ആണ്, അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവും വേണ്ടതില്ല. ഇന്ന് നിലവിൽ ലഭിക്കാവുന്ന ഏറ്റവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് വിൻസെൻ്റ് എം പോൾ. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇനി കെ എം മാണി കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ നിങ്ങൾക്കതിനെ ഇത് രാഷ്ട്രീയ തീരുമാനമാണെന്ന് പറഞ്ഞ് എതിർത്ത് തള്ളാൻ കഴിയുമോ? അല്ല, ഇതിൻ്റെ അകത്തുള്ള വളരെ ഗൗരവമുള്ള പ്രശ്നം, ഇവിടെ ഉമ്മൻചാണ്ടി മുതൽ കേരളത്തിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ മാണി വരെയുള്ള മന്ത്രിമാർക്കെതിരായി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും പരാമർശങ്ങൾ ഉൾപ്പെടെ നിരവധി തവണ പല പ്രാവശ്യമായിട്ട് ഉയർന്നു വന്നിട്ടും മന്ത്രിസഭയിൽ നിന്ന് അവരെ ആരെയെങ്കിലും ഒഴിവാക്കാനോ മന്ത്രിസഭ തന്നെ രാജിവെക്കാനോ ഉള്ള ഒരു നിലപാടും ഉമ്മൻചാണ്ടി സ്വീകരിച്ചിട്ടില്ല, ഈ മന്ത്രിമാരും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള കേസിന്റെ വിജിലൻസ് എൻക്വയറിയുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് അന്ന് പറഞ്ഞു കേട്ടത് 2 തരം റിപ്പോർട്ട് ഇവർ തന്നെ തയ്യാറാക്കിയെന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു റിപ്പോർട്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരുന്നില്ല എങ്കിൽ അതിനു പറ്റിയ ഒരു റിപ്പോർട്ട്. അങ്ങനെ വിശ്വാസ്യമായ രീതിയിൽ തന്നെ കേന്ദ്രങ്ങൾ തന്നെ ഇമാതിരി റിപ്പോർട്ടുകൾ തയ്യാറാക്കി ആ രീതിയിൽ സമർപ്പിച്ച നിലപാട് കൃത്യമായിട്ട് പകൽ വെളിച്ചുമ്പോൾ രാജ്യവ്യാപകമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു വിജിലൻസ് സംവിധാനത്തിന്റെ അകത്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോവില്ല. മന്ത്രിസഭ എന്തിനാണ് ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ പിന്നെ വി എസ് അച്യുതാനന്ദൻ വിജിലൻസിന് പോയി പരാതി കൊടുത്തത്, ഇങ്ങനെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുക എങ്കിൽ? അല്ല, അതിന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അങ്ങനെയാണ് തർക്കമില്ലാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയോട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. VS ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ, ഒരിക്കൽ കൂടി ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത് വിജിലൻസ് ഡയറക്ടർക്ക്. വിജിലൻസ് അക്കാര്യത്തിലൊരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നു, ഹൈക്കോടതി അതിൽ ഇടപെടുന്നു. വിജിലൻസ് ഡയറക്ടർ ആ അന്വേഷണം സ്വന്തം നിലയിൽ നടത്തിയാൽ മതി, അത് മന്ത്രിയൊന്നും കൊണ്ട് കാണിക്കണ്ട എന്ന്. ഇവിടെ ഒന്നും ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ ശ്രീ വി എസ് അച്യുതാനന്ദൻ ആദ്യം ചെന്ന് വിജിലൻസിന് പരാതി കൊടുത്തു? അല്ലെങ്കിൽ കുറെ കൂടി സ്വതന്ത്രമെന്ന് വി എസ് അച്യുതാനന്ദനോ അല്ലെങ്കിൽ CPM-നോ തോന്നുന്ന മറ്റേതെങ്കിലും ഏജൻസിക്ക് കൊടുത്താൽ പോരായിരുന്നോ? നിങ്ങൾക്കിപ്പോൾ 6 ദിവസം കഴിഞ്ഞതിന് ശേഷം ക്വിക്ക് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് മാണിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് UDF പറഞ്ഞതുപോലെ തന്നെ, ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ തന്നെ, മന്ത്രിമാർ പറയുന്നത് പോലെ തന്നെ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇനി എന്താണ് മാർക്സിസ്റ്റുകാർക്ക് പറയാനുള്ളത് എന്ന ചോദ്യം ഇപ്പോഴേ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഗൗരവപൂർവ്വം ഇതിനെ പരിശോധിക്കണം. ഇത് ആരാ ഇതിന് കൊടുത്തത്, ആർക്കാ കൊടുത്തത്, ആരാ വാങ്ങിയത്, ഇതൊന്നും നാദനില്ലേ.
ഈ കേരളത്തിലെ ചീഫ് വിപ്പ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് 20 കോടി രൂപ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. അത് മാണി മാത്രമല്ല വാങ്ങിയിട്ടുള്ളത്, ഇതിന്റെ മേൽ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിലേക്ക് സമരം നടത്തി പോയിട്ടുള്ളവരുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി PC ജോർജ് പോയല്ലോ. ഈ കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലേ? ഒരുതരം ക്രോണി ക്യാപിറ്റലിസത്തിന്റെ രീതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, അതൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും എം വി ഗോവിന്ദ മാസ്റ്റർ, ഈ കാര്യത്തിൽ ഇപ്പൊ കോടതി വിധി കെ മാണി എതിരാണെങ്കിൽ പോലും അന്തിമമായി വായടപ്പിക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതാണ്. ശ്രീ KP അനിൽകുമാർ, ഞാൻ വീണ്ടും പഴയ വിഷയത്തിലേക്ക് വരാൻ പോവുകയാണ്. ഈ പ്രായോഗികമായ തിരുത്തലുകൾ എന്താണ്? ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം അതാണ്. ഇന്നലെ കോടതി വിധി വന്നല്ലോ, അത് ഇന്ന് ഡോക്ടർ TM തോമസ് ഐസക് നിയമസഭയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് കൂടി, അതായത് ഇന്നലത്തെ ഹൈക്കോടതി വിധി 4 സ്റ്റാർ ക്വാളിഫിക്കേഷനുള്ള ഹോട്ടലുകൾക്ക് കൂടി അനുമതി നൽകണം, ബാർ ഹോട്ടൽ നൽകണം, ബാർ ലൈസൻസ് നൽകണം എന്ന് കോടതി വിധി വന്നതോടുകൂടി ഇന്ന് ഡോക്ടർ ഐസക് പറഞ്ഞത് അതാണ്. 3 സ്റ്റാറും 4 സ്റ്റാറും തമ്മിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഇനി എല്ലാ 2 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകളും ചെന്ന് 4 സ്റ്റാറുകളാക്കാൻ പോവുകയാണ്. ഈ 2 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഇതിനകം തന്നെ എല്ലാ ബാങ്കുകളും വായ്പ നൽകിയിട്ടുണ്ട്. ആ വായ്പകളാണ് ഇപ്പോൾ തിരിച്ചടക്കാതെ NPA ആയി മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ ബാങ്കുകളെല്ലാം തന്നെ നിങ്ങൾ എന്നാൽ 4 സ്റ്റാറുകളാക്കൂ എന്ന് പറഞ്ഞ് കൂടുതൽ തുക അവിടെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം 4 സ്റ്റാറുകളാവുകയും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവയ്ക്കെല്ലാം ബാർ ലൈസൻസ് നൽകേണ്ട സാഹചര്യവും ഉരുത്തിരിയുകയാണ്. അതായത് നിങ്ങളുടെ മദ്യനയത്തിൻ്റെ അടിത്തറ കോടതി ഇന്നലെ അടിത്തറ ഇന്നലെ തോണ്ടിക്കളഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ CP ജോൺ പ്ലാനിംഗ് ബോർഡ് അംഗമാണ്. CP ജോൺ പറഞ്ഞത് 418 ബാറുകൾ ബിയർ വൈൻ പാർലറുകളായി കൺവേർട്ട് ചെയ്യണമെന്നാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിനകത്തും തിരുത്തലുകൾ വരുത്താൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ജനപക്ഷ യാത്രയുടെ? അങ്ങനെ സർക്കാർ എല്ലാ മേഖലയിലും തിരുത്തൽ വരുത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന്റെ കാരണം ഇതിനകത്ത് മദ്യനയം രൂപീകരിക്കാനുള്ള അർഹതയും അവകാശവും സർക്കാരിനാണ്. കോടതിക്കല്ല മദ്യനയം എങ്ങനെ നടപ്പിലാക്കണം എന്ന് അത് രൂപീകരിക്കാനുള്ള അവകാശം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കോടതി ഇടപെടുന്നത് മാർച്ച് 31 വരെ ബാറുകൾ നടത്തിക്കൊണ്ടു പോകാൻ ലൈസൻസ് ഉള്ള ആളുകളെ പെട്ടെന്ന് സർക്കാർ ഇടപെട്ട് തടഞ്ഞത് കൊണ്ട് അതിനകത്ത് കോടതി ഇടപെടുന്നു എന്നല്ലാതെ മാർച്ച് 31 ശേഷം കേരളത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ ഞങ്ങൾ ബാർ നടക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ള നയം UDFന്റെ ഗവൺമെന്റ് രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോടതിക്കും ഇടപെടാൻ സാധ്യമല്ല. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്നതല്ല മദ്യത്തിന്റെ നിർമ്മാണവും വിതരണവും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു കോടതിക്കും സാധ്യമല്ല. പ്രായോഗികമായ നയമാറ്റം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഒരു നയം രൂപീകരിച്ചുകൊണ്ട് ഗവൺമെന്റിൻ്റെതായ നയമായി പ്രഖ്യാപിച്ച് അത് നിയമസഭയിൽ വെച്ച് പാസ്സാക്കി കഴിയുന്നതോടുകൂടി ഈ സർക്കാർ എടുത്തിരിക്കുന്ന നയത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഒരു കോടതിക്കും ഈ രാജ്യത്ത് ഒരു കോടതിക്കും സാധ്യമല്ലാത്ത സ്ഥിതിവിശേഷം വരും. ശ്രീ KP അനിൽകുമാർ, യാഥാർത്ഥ്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കും നമുക്ക് എല്ലാവർക്കും ഗുണകരമാവുക. ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിയെത്താം. ശ്രീ PC ജോർജ്, ഇന്ന് നിയമസഭയിൽ താങ്കളും ഉണ്ടായിരുന്നല്ലോ. എന്താണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രായോഗികമായ തിരുത്തൽ? ഹലോ, പറയൂ, എന്താണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞ പ്രായോഗികമായ തിരുത്തൽ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയും അർത്ഥസംഖ്യയ്ക്ക് ഇടയില്ലാത്ത വിധം UDF തീരുമാനം എടുത്തു പറഞ്ഞു. UDF എടുത്തിരിക്കുന്ന തീരുമാനം എന്തോ ആ തീരുമാനം അതേപടി നടപ്പാക്കും. 5 സ്റ്റാർ ഹോട്ടൽ അല്ലാതെ ഇനി ഈ കേരളത്തിൽ 1 സ്റ്റാർ ഹോട്ടൽ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ബിയർ വൈൻ പാർലറിനെ സംബന്ധിച്ച് UDFന്റെ യോഗത്തിലുണ്ടായ ധാരണ അടുത്ത UDF യോഗത്തിൽ തീരുമാനിക്കാമെന്നാണ്. അതിനൊരു തീരുമാനമായിട്ടില്ല. അത് നികേഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ മദ്യം എന്ന് പറയുമ്പോൾ കള്ളുഷാപ്പ് നിരോധിക്കുന്നില്ല. കള്ളിനകത്ത് മൂത്ത കള്ളിനകത്ത് 16% വരെ ആൽക്കഹോളുണ്ട്. 16% ആൽക്കഹോളുള്ള കള്ള് നിരോധിക്കാത്തപ്പം 10%, 7% മാത്രം ആൽക്കഹോളുള്ള
നമ്മുടെ വൈനും ബിയറും നിരോധിച്ചാൽ കോടതിയുടെ മുമ്പിൽ അത് നിലനിൽക്കില്ല. ഇതറിയാവുന്ന ഇടതുപക്ഷമാണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അവരുടെ ആരോപണത്തിന് മുനയൊടിഞ്ഞു. അവർക്കൊന്നും ഇനി പറയാനില്ല. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഇനി ആകെയുള്ള ബിയർ വൈൻ പ്രശ്നമാണ്. ഞാൻ ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത UDA യോഗത്തിൽ എല്ലാ കക്ഷികളും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം സ്വാഭാവികമായി നിയമസഭാ സമ്മേളനം ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അല്ല, ജനുവരി മാസത്തിലോ ഫെബ്രുവരി മാസത്തിലോ നിയമസഭ കൂടിയേ പറ്റൂ. ആ സമയം വെച്ച് ഔദ്യോഗിക പ്രഖ്യാപിക്കും, അത് നടപ്പാക്കും. ഒരു ശ്രീ പി സി ജോർജ്, ഇവിടെ കഴിഞ്ഞ ദിവസത്തെ കോടതി വിധി താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ചർച്ചയായിട്ട് മുന്നോട്ട് പോകാം. ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി 4 സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള എല്ലാ ബാറുകൾക്കും എല്ലാ ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് നൽകണമെന്നാണല്ലോ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അക്കാര്യത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുത്ത് ഹൈക്കോടതിയെ അറിയിക്കാനാണല്ലോ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നികേഷേ, യാതൊരു സംശയം വേണ്ട. ഏത് കോടതി പറഞ്ഞാലും നയപരമായ ഗവൺമെന്റ് തീരുമാനമാണ്. ഒരു കാരണവശാലും ഈ മാർച്ച് 31 കഴിഞ്ഞ് 5 സ്റ്റാർ ഹോട്ടൽ അല്ലാതെ ഒരു ബാർ ഹോട്ടലും കേരളത്തിൽ കാണില്ല. ഉത്തരവാദിത്വമുണ്ട്. 10% നമ്മുടെ ഔട്ട്ലെറ്റുകൾ നിർത്തി അടുത്ത 10% ഉടൻ നിർത്തും. ഇതൊന്നും ആരും നയപരമായ തീരുമാനം ശ്രീ പി സി ജോർജ്, നയപരമായ തീരുമാനം സർക്കാരാണ് എടുക്കേണ്ടത്. അതിൽ കോടതി ഇടപെടാൻ പാടില്ല എന്നൊക്കെ കോടതിയെ വിമർശിക്കുമ്പോൾ പോലും അത് നിയമസഭയിൽ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ അന്തിമമായി കോടതി വിധി വരുമ്പോൾ അത് അംഗീകരിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതാണ് ഇന്ന് ഐസക് ചൂണ്ടിക്കാണിച്ചത്. 2-3 സ്റ്റാറുകളുള്ള ബാറുകൾ ഇനി 4 സ്റ്റാർ ആകാൻ അധിക സമയമില്ല. കാരണം ഈ 2-3 സ്റ്റാറുകൾക്ക് വായ്പ കൊടുത്ത ബാങ്കുകൾ ഇതിനകം തന്നെ ഇവ 4 സ്റ്റാർ ആക്കി ഉയർത്തുന്നതിന് വേണ്ടി കൂടുതൽ വായ്പ കൊടുക്കാൻ കാത്തു നിൽക്കുകയാണെന്ന്. നികേഷ്, ഒരു കാര്യമില്ല. വെറുതെ ബാർ ഹോട്ടലുകാർ ചുമ്മാ കാശ് മുടക്കി ഇനി 4 സ്റ്റാർ ആക്കാൻ നടക്കണ്ട. കാരണം ഈ മാർച്ച് 31 കഴിഞ്ഞ് കേരള സംസ്ഥാനം 5 സ്റ്റാർ ഹോട്ടൽ അല്ലാതെ ഒരു ഹോട്ടലിലും ബാർ ഉണ്ടാവില്ല. വെറുതെ അബദ്ധം കാണിക്കരുത്. അങ്ങനെയല്ല. മുഖ്യമന്ത്രി ഇന്ന് ക്യാബിനറ്റിന് ശേഷം വാർത്താലേഖകരെ അഭിമുഖീകരിച്ചപ്പോഴും പ്രായോഗികമായ തിരുത്തലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബിയർ വൈൻ പാർലറുകൾ അവിടെ നിൽക്കട്ടെ, ക്ലബ്ബുകൾക്ക് ബാർ ലൈസൻസ് കൊടുത്ത തീരുമാനം അവിടെ നിൽക്കട്ടെ. ഇതൊന്നും നിങ്ങൾ റദ്ദ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, റദ്ദ് ചെയ്യാൻ പോകുന്നില്ല. 312 ബാറുകൾ ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. ഈ 418 ബാറുകളിൽ കൂടി ബിയർ വൈൻ പാർലറുകൾ നൽകണമെന്ന് UDF നിന്ന് തന്നെ ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാണോ ഈ പ്രായോഗികമായ തിരുത്തലുകൾ? ബിയർ വൈൻ പാർലർ സംബന്ധിച്ചൊരു കാര്യം ഞാൻ പറയട്ടെ മുനിയേഷേ. വൈൻ എന്ന് പറയുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സർണോസിൽ, അത് പരിശുദ്ധമായ അൾത്താരയിൽ പോലും പാനം ചെയ്യപ്പെടുന്ന ലിക്കറാണ്. അത് ലിക്കറായിട്ട് ഞങ്ങൾ കാണുന്നില്ല, ക്രിസ്ത്യാനികൾ കാണുന്നില്ല. അത് അങ്ങനെ കാണാനും കഴിയില്ല. ഇവിടെ അരിഷ്ടം പോലെ കാണുന്നുള്ളൂ. അത് പരിശുദ്ധമായി തന്നെ ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് വൈൻ എന്ന് പറയുന്നത് കുടിക്കുന്ന പാപമാണെന്ന് ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ വെച്ച് പറയുകയല്ല. വൈൻ എന്ന് പറയുന്നതിനകത്ത് 10% താഴെയാണ് അതിനകത്ത് ആൽക്കഹോൾ. ഇവിടെ 16% ആൽക്കഹോളുള്ള കള്ളുഷാപ്പ്, കള്ള് നിരോധിക്കാത്തത്തോളം കാലം 10%. നയപരമായി ബിയർ വൈൻ പാർലറുകൾ ഈ 418 തുടരണമെന്നാണ് പി സി ജോർജിന്റെ അഭിപ്രായം എന്ന് ഞാൻ പറഞ്ഞില്ല. അത് UDF ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഞാൻ നിഷ്പക്ഷമായ ഒരു കാഴ്ച ഇക്കാര്യത്തിൽ ശ്രീ ജോണി നെല്ലൂർ, താങ്കൾ UDF യോഗത്തിൽ ആവർത്തിച്ച് പറയുന്ന ആളാണ് ഈ നമ്മുടെ നയം, UDFന്റെ നയം അത് തെറ്റാണ് എന്ന്. ഇപ്പോൾ ബിയർ വൈൻ പാർലറുകൾ ഈ 418 ബാറുകളിൽ നൽകണം. അതുപോലെ തന്നെ ക്ലബ്ബുകളിൽ ബാർ ലൈസൻസ് കൊടുത്തിട്ടുള്ളത് നിലനിർത്തണം. ഈ 312 ബാറുകൾ നിലനിൽക്കണം. 4 സ്റ്റാറുകൾ ഇനി ആകുന്നതിനൊക്കെ തന്നെയും ബാർ ലൈസൻസുകൾ നൽകണം എന്ന നിലവാരത്തിലേക്കല്ലേ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? നികേഷ് തെറ്റിദ്ധരിച്ച് പറയുകയാണ്. ഞാൻ ഒരിക്കലും ഈ ഗവൺമെൻറ്റിൻ്റെ മദ്യനയം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വിവേചനപരമായ തീരുമാനങ്ങളാണെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും, കോടതി അത് അംഗീകരിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ മദ്യനിരോധനം നടപ്പാക്കിയെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ ഇതാണോ മദ്യനിരോധനമെന്ന് നിഷ്പക്ഷമതികളായ ആരെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മദ്യനിരോധനമെന്ന് പറയാൻ പറ്റില്ല. ബാറുകൾക്ക് മാത്രമാണ് നിരോധനം ഉണ്ടായിരിക്കുന്നത്. മദ്യം യഥേഷ്ടം കേരളത്തിൽ കിട്ടുന്നു. ഇവിടെ ഗവൺമെൻറ് ഉടമയിലുള്ള ഔട്ട്ലെറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം.
ഇപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ കഴിഞ്ഞ UDF-ലും വ്യക്തമായി പറഞ്ഞത്, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പാതയോരത്തുള്ള ഔട്ട്ലെറ്റുകൾ, ആ ഔട്ട്ലെറ്റുകളുടെ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ 139 എണ്ണം പാതയോരത്ത് പ്രവർത്തിക്കുന്നു. ആ 139 എണ്ണവും അടച്ചുപൂട്ടിയാൽ ജനങ്ങൾക്ക് കുറേ കൂടി വിശ്വാസയോഗ്യമാകും. ഗവൺമെൻറ് പറയുന്ന മദ്യനയം ആത്മാർത്ഥമായിട്ടാണ്, മദ്യനിരോധനത്തിലേക്കുള്ള പ്രയാണം ആത്മാർത്ഥയോടുകൂടിയാണ് ഈ ഗവൺമെൻറ് പറയുന്നത് എന്ന് സാമാന്യ ജനത്തിന് ബോധ്യമാകുവാൻ ആ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുവാനുള്ള തീരുമാനമെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ മദ്യനയത്തിൽ ഞങ്ങളെല്ലാം ചേർന്നെടുത്ത തീരുമാനമാണ്. പക്ഷേ ഞാൻ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് യോജിക്കുക. കാരണം അദ്ദേഹം പ്രായോഗികമായി എല്ലാ കാലത്തും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊരു മുഖ്യമന്ത്രിയാണ്. പലപ്പോഴും അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയാതെ പോകുന്നത് സമ്മർദ്ദങ്ങൾ കൊണ്ട് മാത്രമാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്ന വിധത്തിലല്ലാതെ ചില കാര്യങ്ങൾ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുവാൻ അദ്ദേഹം തുനിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞകാല അനുഭവങ്ങൾ, ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുവാൻ കഴിയും. അദ്ദേഹം അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് പ്രായോഗികമായി ചില തിരുത്തലുകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. തൊഴിലാളികളുടെ വിഷയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ടൂറിസ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം മേഖലയിൽ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്ത് എന്ന് അദ്ദേഹം അടുത്ത UDF യോഗത്തിൽ പറയും. അതിനനുകൂലമായി ഘടകകക്ഷികൾ ഇപ്പോൾ ഇതിനകം തന്നെ നിങ്ങൾക്കെതിരായിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജേക്കബും. അപ്പോൾ ഇതിലെ പ്രതിച്ഛായവാദികൾക്കെതിരെ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഉമ്മൻചാണ്ടിയുടെ പിൻബലമില്ലാതെ ഇപ്പോൾ രണ്ട് കേരള കോൺഗ്രസുകൾ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമോ? വളരെ ചുരുക്കി നികേഷ്, ഞാൻ വളരെ ചുരുക്കി പറയാം. ശ്രീ ജോണി നെല്ലൂര് ബാർ മുതലാളിമാരുടെ ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉത്തരം മുട്ടിയപ്പോൾ ഞാൻ കൊഞ്ഞനം കുത്തിയില്ല. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി തന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ജോണി നെല്ലൂരിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് UDF-ന്റെ യോഗത്തിൽ പറഞ്ഞില്ല? സാഹിബിനെ കണ്ടപ്പോൾ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം ആ യോഗത്തിൽ പോയിരുന്നിട്ട് കൈയടിച്ച് യോഗത്തിൽ പാസ്സാക്കിയിട്ട് പുറത്തിറങ്ങി എടുത്ത തീരുമാനത്തെ തള്ളി പറയുന്നത് ശരിയാണോ തെറ്റാണോ? അതിനെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ, ഞാൻ സംശയിക്കുന്ന പോകട്ടെ, സാധാരണക്കാരന് ഒരാൾ സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കുമോ? അപ്പോൾ ഒരു യോഗത്തിനകത്ത് കൂടിയിരുന്ന് ചായ കുടിച്ച് കൈയടിച്ച് തീരുമാനമെടുക്കുക, യോഗത്തിനകത്ത് പുറത്തിറങ്ങിയിട്ട് ആ തീരുമാനത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ മര്യാദയാ? ഏത് നാട്ടിലാ മര്യാദ? പിന്നെ യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയോടോ നിങ്ങളുടെ KPCC ചോദിക്കാൻ ഇതെല്ലാം അവിടെയും പറഞ്ഞതാണ്. അറിയാതിരുന്നില്ല. പൂട്ടണം, അതിന് തർക്കമില്ലല്ലോ. UDF തീരുമാനമെടുക്കേ. പൂട്ടണമെന്നുള്ള തീരുമാനം കൊണ്ടുപോവാ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. വളരെ നന്ദി ശ്രീ ജോണി നെല്ലൂർ, ശ്രീ ആന്റണി രാജു, ശ്രീ KP അനിൽകുമാർ, ശ്രീ ചർച്ചയിൽ പങ്കെടുക്കാൻ. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ദയവായി നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. തുടർ ദിവസങ്ങളിലും ഇത് വരും. കാരണം 6 ദിവസത്തിനകം വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് നൽകണമെന്നാണല്ലോ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളതും, അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്ന നിലക്ക് വിജിലൻസ് ബാധ്യസ്ഥമായിട്ടുള്ളതും. വളരെ നന്ദി എല്ലാവർക്കും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.